2, 1, 0. All engines running. Liftoff. We have a liftoff. 32 minutes past the hour. Liftoff on Apollo 11. 1969 ജൂലൈ മനുഷ്യ ചരിത്രം മാറാൻ പോകുന്നുവെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ലോകം മുഴുവനും ഒരു സംഭവത്തിനായി കാത്തിരിക്കുകയായിരുന്നു. മനുഷ്യൻ ആദ്യമായി ഭൂമിക്ക് പുറത്തുള്ള മറ്റൊരു ഗോളമായ ചന്ദ്രനിൽ കാലുകുത്താൻ പോകുന്നു. എന്നാൽ ആ ദിഗ്വിജയത്തിനപ്പുറത്ത് ലോകം മുഴുവനും അറിയാതെ മറ്റൊരു ചരിത്രവും അന്ന് എഴുതപ്പെട്ടിരുന്നു. അത് ചന്ദ്രന്റെ മണ്ണിൽ സൃഷ്ടാവായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നടത്തിയ ആദ്യത്തെ പ്രാർത്ഥനയായിരുന്നു. നീൽ ആംസ്ട്രോങ്ങിനോടൊപ്പം ആ ബഹിരാകാശ പേടകത്തിലെ മറ്റൊരു യാത്രികനായ ബസ് ആൻഡ്രിൻ ചന്ദ്രനിൽ ഇറങ്ങിയ ഉടൻ തന്നെ നിശബ്ദമായി തിരുവചനം വായിക്കുകയും പിന്നെ അപ്പവും വീഞ്ഞും സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ സ്മരിക്കുകയും ചെയ്തു. ബസ് ആൻഡ്രിന്റെ പിതാവ് അമേരിക്കൻ വ്യോമസേനയിലെ കേണലായിരുന്നു, എഡ്വിൻ ആൻഡ്രിൻ സ്വീനി. അമ്മയുടെ പേരായിരുന്നു ഏറെ കൗതുകം, മാരിൻ മൂൺ ആൻഡ്രിൻ. ചന്ദ്രനിൽ ഇറങ്ങുന്ന മനുഷ്യന്റെ അമ്മയുടെ കുടുംബ പേര് മൂൺ എന്നായിരുന്നു എന്നത് ചരിത്രത്തിലെ കൗതുകകരമായ യാദൃശ്ചികത. ഞായറാഴ്ച ആരാധന, പരിശുദ്ധ ബൈബിൾ വായന, പ്രാർത്ഥന ഇവയെല്ലാം ബസ് ആൻഡ്രിന്റെ ജീവിതത്തിന്റെ ഭാഗമായി. പഠനത്തിൽ മികവ് തെളിയിച്ച ആൻഡ്രിൻ മികച്ച വിജയം നേടി വ്യോമസേനയിൽ ജോലി നേടുകയും 66 യുദ്ധവിമാന ദൗത്യങ്ങൾ വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തു. ബഹിരാകാശത്ത് വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിതമായി കൂടിച്ചേരുന്ന ഓർബിറ്റൽ റണ്ടസ്വസ് എന്ന വിഷയത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റും കരസ്ഥമാക്കി. അതോടെ നാസയുടെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞു. 1963 നാസയുടെ ആസ്ട്രോനോട്ടായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. വിശ്വാസവും ശാസ്ത്രവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും പരസ്പര വിരുദ്ധമായിരുന്നില്ല. അങ്ങനെ 1969 ജൂലൈ 16 അപ്പോളോ 11 വിക്ഷേപിക്കപ്പെട്ടു. ആ പേടകത്തിൽ 3 യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നീൽ ആംസ്ട്രോങ്, മൈക്കിൾ കോളിൻസ്, പിന്നെ ബസ് ആൻഡ്രിൻ. ചന്ദ്രൻ എന്ന ലക്ഷ്യത്തിലേക്ക് മുഴുവൻ മനുഷ്യരാശിയുടെയും പ്രതീക്ഷയും അവരോടൊപ്പം യാത്ര ചെയ്തു. 1969 ഇന്ത്യയിലെ ജൂലൈ 21 പാതിര 1:47 ചരിത്രത്തിലെ ആ അതിപ്രധാന ദിവസത്തിൽ ലൂണാർ മൊഡ്യൂൾ ഈഗിൾ ചന്ദ്രനിൽ ഇറങ്ങി. ഹൂസ്റ്റൺ ട്രാങ്ക്വിലിറ്റി ബേസ് ഹിയർ, ദി ഈഗിൾ ഹൗസ് ലാൻഡഡ് എന്നാണ് നീൽ ആംസ്ട്രോങ് അന്ന് വിളിച്ചു പറഞ്ഞത്. ഭൂമിയിൽ ആഘോഷം തുടങ്ങി. എന്നാൽ ചന്ദ്രന്റെ നിശബ്ദതയിൽ ഇനിയും ഒരു നിമിഷം വരാനുണ്ടായിരുന്നു. ആംസ്ട്രോങ് പേടകത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഭൂമിയിലെ എല്ലാവരും അല്പനേരം നിശബ്ദരാകണമെന്ന് പറഞ്ഞിട്ട് ബസ് ആൻഡ്രിൻ ഒരു അഭ്യർത്ഥന നടത്തി. അതിനുശേഷം അദ്ദേഹം ചെറിയൊരു വെള്ളി കുപ്പി തുറന്നു. അതിൽ അപ്പവും ചെറിയ അളവിൽ വീഞ്ഞും ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാകുന്നു എന്ന വചനം ധ്യാനിച്ചു. ശേഷം അദ്ദേഹം നിശബ്ദമായി അപ്പവും വീഞ്ഞും സ്വീകരിച്ചു. ചന്ദ്രന്റെ മണ്ണിലെ മനുഷ്യന്റെ ആദ്യ ദൈവാരാധന. ചരിത്രത്തിൽ ആദ്യമായി ഭൂമിക്ക് പുറത്തുള്ള മറ്റൊരു ആകാശ ഗോളത്തിൽ സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടിപ്രപഞ്ചത്തിന്റെ അധിപനായ കർത്താവിനെ സ്മരിച്ച നിമിഷം. പിന്നീട് ബസ് ആൻഡ്രിൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞത് ആ നിമിഷത്തിൽ തൻ്റെ മനസ്സിൽ മുഴങ്ങിയത് 8-ാം സങ്കീർത്തനത്തിലെ അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തിലെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയുണ്ട് എന്ന വാക്യമായിരുന്നു. ആകാശം, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇവയെല്ലാം കണ്ടപ്പോൾ മനുഷ്യന്റെ ചെറുപ്പവും ദൈവത്തിന്റെ മഹത്വവും അദ്ദേഹം കൂടുതൽ വ്യക്തമായി അനുഭവിച്ചു. ആ രാത്രി വത്തിക്കാനിലും വലിയ ആവേശമായിരുന്നു. വിശുദ്ധ പോൾ 6-ാമൻ പാപ്പ ഈ ചരിത്ര സംഭവം സാഗുതം നിരീക്ഷിച്ചു. പാപ്പ അപ്പോളോ 11 സംഘത്തിന് അഭിനന്ദന സന്ദേശം അയച്ചുകൊണ്ട് പറഞ്ഞത് മനുഷ്യന്റെ ബുദ്ധിശക്തി ദൈവത്തിന്റെ മഹത്തായ ദാനമാണെന്നും ശാസ്ത്രം ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുന്നതല്ല, മറിച്ച് സൃഷ്ടിയുടെ മഹത്വം കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വഴിയാണ് എന്നുമായിരുന്നു. വത്തിക്കാൻ ഒബ്സർവേറ്ററി വർഷങ്ങളായി ജ്യോതിശാസ്ത്ര ഗവേഷണത്തിൽ സജീവമായിരുന്നു. അതിനാൽ ചാന്ദ്രദൗത്യം സഭ വലിയ പ്രത്യാശയോടെയാണ് കണ്ടത്. ആദ്യം ചന്ദ്രനിലെത്തിയ മനുഷ്യനായ ബസ് ആൻഡ്രിൻ ആദ്യം ചെയ്തത് സൃഷ്ടിയുടെ മഹത്വം പ്രഖ്യാപിക്കുകയായിരുന്നില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു.